Good morning, students. Today we are going to discuss some interesting topics in SQL. First of all, we have discussed what SQL order by keyword. Order by keyword that is used with select statement. Okay, order by operator or keyword is used to sort the result set in ascending or descending order. So we have used this statement for sorting the output that is select from a particular table. Order by keyword sort the records in ascending order by default. To sort the records in descending order, use the keyword DESC separately. അപ്പോൾ ബൈ ഡിഫോൾട്ട് നിങ്ങൾ ഇതൊന്നും സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ ഇറ്റ് വിൽ സോർട്ട് ദ റിസൾട്ടൻറ്റ് വാല്യൂസ് ബൈ അസെൻഡിങ് ഓർഡർ. if we need to sort this table by descending order, you can use this keyword DESC along with the statement. Okay, for example, select staff from customers will order by country. Country alphabetic order ലായിരിക്കും നമുക്ക് ഡിസ്പ്ലേ തരാം. Okay, if we use this, you can see the country name will be in the Argentina, Austria, Belgium, Brazil, like that. Okay, country in ascending order. If we give this statement as country DESC with the statement, the output will be sorted like descending order, that is V is U. Okay, this is the difference. Okay, I think you got the idea behind order by keyword. Next, we are going to discuss what here. Okay, then coming to inserting. What does insert into statements do? So we can insert some elements, some records to the table using insert into command. We can use to insert new records in a table. Insert into syntax. How can we insert some values to the table? First syntax is insert into table name and the column name also specified here, and values are specified inside the bracket. Okay, ഇങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് കോളം നെയിം കൊടുക്കാം. ഈ കോളം നെയിം തന്നെ നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്ത് കൊടുക്കാം. കറസ്പോണ്ടിങ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഓർഡറിലായിരിക്കും ഇവിടെയും കൊടുത്തിരിക്കേണ്ടത്. ദാറ്റ്സ് വൈ നമുക്ക് ഇതിലുള്ള വാല്യൂ ഇവിടേക്ക് അസൈൻഡ് ആയിരിക്കും. ഫസ്റ്റ് കോളത്തിലെ വാല്യൂ ആണ് ഫസ്റ്റ് വാല്യൂ ആയിട്ട് വരേണ്ടത്, സെക്കൻഡ് കോളത്തിലെ വാല്യൂ ആണ് സെക്കൻഡ് വാല്യൂ ആയിട്ട് വരേണ്ടത്. അങ്ങനെ നമുക്ക് കോളം ഇൻ്റർചേഞ്ച് ചെയ്തിട്ടും കൊടുക്കാം. ഇനി കറക്റ്റ് ഓർഡറിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതായത് നമുക്ക് കോളംസ് കറക്റ്റ് ഓർഡറിലാണ് ഉള്ളത്. ആ കറക്റ്റ് ഓർഡറിലേക്കാണ് നമ്മൾ വാല്യൂ കൊടുക്കുന്നത്. വി നീഡ് നോട്ട് specify what the column name separately in this query. അപ്പോൾ ഇൻസേർട്ട് ഇൻറ്റു ടേബിൾ നെയിം കൊടുക്കാം, വാല്യൂസ് വാല്യൂ 1 വാല്യൂ 2 വാല്യൂ 3 എന്ന് പറഞ്ഞ് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയാണ് കസ്റ്റമർ ഐ ഡി, കസ്റ്റമർ നെയിം, കോൺടാക്ട് നെയിം, അഡ്രസ്, സിറ്റി, പോസ്റ്റൽ കോഡ്, കൺട്രി. ദിസ് ഇസ് ദ ഓർഡർ. ഈ ഓർഡർ തന്നെ നമ്മൾ ഡാറ്റ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ടേബിളിൻ്റെ കോളം നെയിമിൻ്റെ വാല്യൂസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ ഹിയർ ഇൻസേർട്ട് ഇൻറ്റു കസ്റ്റമേഴ്സ്, കസ്റ്റമർ നെയിം, കോൺടാക്ട് നെയിം, അഡ്രസ്, സിറ്റി, പോസ്റ്റൽ കോഡ്, കൺട്രി. ഇവിടെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. വേണമെങ്കിൽ ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇറ്റ് വിൽ വർക്ക്. കാരണം കസ്റ്റമർ നെയിമാണ് ഖട്നാൽ എന്ന് പറയുന്നത്, കോൺടാക്ട് നെയിമാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്, അഡ്രസ്സാണിത്, സിറ്റി ഇതാണ്, പോസ്റ്റൽ കോഡ് ഇതാണ്, കൺട്രി ഇതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു സിംഗിൾ കോട്ട് കണ്ടില്ലേ? സിംഗിൾ കോട്ട് എപ്പോഴാണ് യൂസ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, if you skip the single quote here, it will not work. Okay, error. Okay, അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കൊരു വേരിയബിൾ അല്ലെങ്കിൽ ഒരു ഇൻറ്റിജർ വാല്യൂ ആണെങ്കിൽ we can use directly, but if it is a string or a character values, so we have to put this value inside a single quote. Okay, this is all these values are considered as what? Character type values. Okay, here database
you have made changes to the database, row affected 1. അപ്പോൾ നമുക്കിവിടെ വേണമെങ്കിൽ സെലക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, കാട്ട്ന എന്ന് പറയുന്ന പേരിലൊരാളുണ്ടോ എന്ന് വേണമെങ്കിൽ നമുക്കൊരു സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു നോക്കാം. ഓക്കെ, ദർ ഇസ് നമ്മൾ here select staff from customers where customer is equal to cardinal, that is inserted as the customer ID 92. Okay, 92 customer ID is automatically generated. Okay, this is all about insert command. Okay, ഇപ്പോൾ നമുക്ക് കസ്റ്റമർ നെയിമും സിറ്റിയും കൺട്രിയും മാത്രമേ കൊടുക്കാനുള്ളൂ എങ്കിൽ you have to specify the column name also with the insert statement. Okay, then what about null values? What is a null value? നമുക്കറിയാം, ഒന്നുകിൽ നമുക്കറിയാത്ത വാല്യൂസോ അല്ലെങ്കിൽ പിന്നീട് അപ്ഡേറ്റഡ് ആവാൻ ചാൻസ് ഉള്ള വാല്യൂസിനെയോ നമുക്ക് നള്ളാക്കിയിട്ട് സെറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് ദാറ്റ് ഫീൽഡ് ഹാവ് നോ വാല്യൂ. if a field table is optional, കാരണം ചിലപ്പോൾ എല്ലാവർക്കും അത് ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് കോഴ്സ് നമ്മൾ ഓപ്ഷണൽ കോഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും ആ കോഴ്സ് ചെയ്തിരിക്കണമെന്നില്ല. അപ്പോൾ ഓപ്ഷണൽസ് ആണെങ്കിൽ യു ക്യാൻ സെറ്റ് ദാറ്റ് വാല്യൂ ആസ് നൾ. ഓക്കെ, ഇനി നൾ വാല്യൂ ഈസ് നൾ വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ സെലക്ട് കോളം നെയിം ഫ്രം ടേബിൾ നെയിം വെയർ കോളം നെയിം ഈസ് നൾ. ഓക്കെ, കോളം നെയിംസ് ഏതെങ്കിലും കുറച്ച് ഈസ് നൾ ആയതിനെ നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാം. ഈസ് നോട്ട് നൾ ആണെങ്കിൽ നൾ അല്ലാത്തതിനെ സെലക്ട് ചെയ്യാം. നോട്ട് ചെയ്ത് വെക്കുക, നള്ളും നോട്ട് നള്ളും. ഈസ് നൾ, ഈസ് നോട്ട് നൾ. ഓക്കെ, വേണമെങ്കിൽ നോക്കാം അഡ്രസ്സ് ഈസ് നൾ ആയിട്ടുള്ള ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കസ്റ്റമേഴ്സിന് നമ്മൾ കസ്റ്റമർ നെയിമും കോൺടാക്ട് നെയിമും അഡ്രസ്സും സെലക്ട് ചെയ്യാണ്. പക്ഷെ നമുക്കിവിടെ ഒരു വാല്യൂ നള്ളാക്കി കൊടുത്തിട്ടില്ല. സോ ഈസ് നോട്ട് നൾ ആൻഡ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ദിസ് ഈസ് ഓൾ അബൌട്ട് വാട്ട് ഇൻസേർട്ട് ഇൻ ടു സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർഡർ ബൈ നോക്കി, ഇൻസേർട്ട് ഇൻ ടു നോക്കി, നൾ വാല്യൂസ് നോക്കി. ദെൻ കമ്മിങ് ടു അപ്ഡേറ്റ്. Update is very important statement. That is, update is a DML statement. DML SQL update statement. Update statement എന്താണ്? ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ള എക്സിസ്റ്റിംഗ് ടേബിൾസ് ഉണ്ട്, അല്ലെങ്കിൽ ടേബിൾസിലെ ഡാറ്റാസിന് എക്സിസ്റ്റിംഗ് റെക്കോർഡ്സിന് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ, ഇഫ് യു വാണ്ട് ടു മോഡിഫൈ എനി എക്സിസ്റ്റിംഗ് റെക്കോർഡ് യു ക്യാൻ യൂസ് update statement. The syntax is very important. You have to study this. Update table name, set the column names. ഏതൊക്കെ കോളത്തിൻ്റെ വാല്യൂ, ഏതൊക്കെ കോളത്തിലെ വാല്യൂ ആണ് സെറ്റ് ആവേണ്ടത്, വേർ സം കണ്ടീഷൻസ് അപ്ലൈഡ്. കാരണം ആ സം കണ്ടീഷൻസ് അവിടെ പറയുന്നുണ്ട്. ആ കണ്ടീഷൻസ് അപ്ലൈ ആയിട്ടുള്ള അല്ലെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള കോളംസിനെ മാത്രം ദാറ്റ് പെർട്ടിക്കുലർ കോളംസിനെ ഈ വാല്യൂ വെച്ച് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി be careful when updating records in a table. Notice where clause in the update statement, where clause specifies which record that should not be updated. If you omit the where clause, all records in the table will be updated. Okay, അപ്പം be careful with the update statement. നമ്മൾ അറിയില്ല, നമ്മൾ ഓട്ടോമാറ്റിക്കലി അതങ്ങോട്ട് ചേഞ്ച് ആയിക്കോളും. അപ്പോൾ കസ്റ്റമർ ID 1 ആയിട്ടുള്ള ആളുടെ കോണ്ടാക്ട് നെയിമും സിറ്റിയും മാറിയിട്ടുണ്ട്. അത് രണ്ടും മാറ്റണം എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊരു എക്സാമ്പിളാണ്. അപ്ഡേറ്റ് ഇങ്ങനെ എഴുതും, കസ്റ്റമർ, ദാറ്റ് ഈസ് കസ്റ്റമർ ഇസ് എ ടേബിൾ നെയിം, ആൻഡ് സെറ്റ് column name is new value and other column name as new value, where customer ID satisfies what? The value 1. Okay, ഇനി വേറൊന്ന് കൊടുത്തിട്ടുണ്ട്, അപ്ഡേറ്റ് കസ്റ്റമേഴ്സ്, സെറ്റ് കോണ്ടാക്ട് നെയിം ഈസ് ഇക്വൽ ടു, അപ്പോൾ കൺട്രി മെക്സിക്കോ ആയിട്ടുള്ള എല്ലാവരുടെയും, അപ്പം മെക്സിക്കോ എന്ന് പറയുന്ന കൺട്രിയിലുള്ള, അതായത് കൺട്രീസ് മെക്സിക്കോ എന്ന് സെറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരുടെയും കോണ്ടാക്ട് നെയിം ജോൻ എന്ന് പറയുന്നിട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ഇങ്ങനെ കൊടുത്താണല്ലോ അപ്ഡേറ്റ് കസ്റ്റമേഴ്സ് സെറ്റ് കോണ്ടാക്ട് നെയിം ഈക്വൽ ടു ജോൻ എന്ന് കൊടുത്തു കഴിഞ്ഞാലോ, അപ്പോൾ എന്തായി, എല്ലാ കസ്റ്റമേഴ്സിൻ്റെയും പേര് ജോൻ എന്നായി മാറും. ഓക്കെ, ഇങ്ങനെയായി വരും.
കണ്ടോ എല്ലാവരുടെ പേരും ജോയിൻ ആയി മാറും. അപ്പോൾ ബി കെയർഫുൾ, യു ഹാവ് ടു സ്പെസിഫൈ വെയർ ക്ലോസ് വിത്ത് ദ update statement. Okay, and we can go for delete statement also. Okay, what is delete statement? Delete statement used to delete existing records in a table. Delete from table name where some conditions here. Be careful when deleting records in a table. Notice where close with the delete statement. അപ്പോൾ നമുക്കറിയാം ഇഫ് ഡിലീറ്റ് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം അങ്ങ് ഡിലീറ്റ് ആയിപ്പോകും. സോ ബി കെയർഫുൾ, യു ഹാവ് ടു സ്പെസിഫൈ ദ വെയർ ക്ലോസ് വിത്ത് ദ ഡിലീറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആസ് വെൽ ആസ് ദ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ദെൻ വാട്ട് ഇസ് ഡിലീറ്റ് ഫ്രം ടേബിൾ നെയിം വെയർ സം കണ്ടീഷൻ. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഡിലീറ്റ് ഫ്രം കസ്റ്റമേഴ്സ് വെയർ കസ്റ്റമർ നെയിം ആൽഫ്രഡ് എന്നുള്ള കസ്റ്റമർ ആയിട്ടുള്ള ഈ ഒരു ആളുടെ ഡീറ്റെയിൽസ് മുഴുവൻ ഡിലീറ്റ് ചെയ്ത് കളയണം. ഒരു സ്പെസിഫിക് റെക്കോർഡിനെ ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഫോർ ഡിലീറ്റിംഗ് ഓൾ റെക്കോർഡ്സ് യു ക്യാൻ യൂസ് ഡിലീറ്റ് ഫ്രം ടേബിൾ നെയിം. ഓക്കെ, അല്ലെങ്കിൽ ഡിലീറ്റ് ഫ്രം കസ്റ്റമേഴ്സ്. ഫുൾ ഡാറ്റ ഡിലീറ്റ് ആയി പോകും. ഓക്കെ, യു ക്യാൻ സ്പെസിഫൈ വെയർ ക്ലോസ് വിത്ത് ദ ഡിലീറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. So you have to execute these statements in this W3 schools. Okay, you can use this site and prepare notes. Study well. Thank you.